ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അഖിലാസ് വേൾഡ്. ഇന്ന് അറബിക് ഡിഷായ ഷവായ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. കുക്ക് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ അതിന് വേണ്ടിയ സാധനങ്ങൾ, ഇപ്പോൾ 2 ചിക്കൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ചിക്കന് വേണ്ടിയുള്ള ഐറ്റംസാണിത്. ഇപ്പോൾ കുറച്ച് പുതിനയില എടുക്കുന്നുണ്ട്, ഇഞ്ചി, കുറച്ച് 2 വെളുത്തുള്ളി എടുത്ത്, 2 പച്ചമുളക്, ഒരു പകുതി സവാള, അതുപോലെ പകുതി നാരങ്ങാനീരും. ഇപ്പോൾ ഈ ഐറ്റംസിനെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ ഇത് ഐറ്റംസ് എടുക്കുമ്പോൾ ഒരുപാടാവാൻ പാടില്ല, കുറച്ച് മാത്രമേ ആവാവൂ. ഇപ്പോൾ ചിക്കൻ്റെ മുകളിലുള്ള വെള്ളം ഒരു ടിഷ്യൂ പേപ്പറോ ടവലോ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുകയാണ്. ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കണം, എന്നാൽ മാത്രമേ അതിലൊന്ന് പിടിച്ച് വരുമ്പോൾ കറക്റ്റായി വരത്തുള്ളൂ. ഇതിലൊരു ഫോർക്കോ കത്തിയോ വെച്ച് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. എന്നാലേ നമ്മൾ മാരിനേറ്റ് ചെയ്തെടുക്കുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് വരും. ഇപ്പോൾ നാരങ്ങാനീര് എൻ്റെ പുറത്ത് പെരളാൻ വേണ്ടി നന്നായിട്ട് നാരങ്ങാനീര് വേണം. ഇപ്പോൾ നല്ല നീരുള്ള നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 2 നാരങ്ങാനീരും ഇട്ട് ഇപ്പോൾ കുറച്ച് കുരുമുളക് ഇടുകയാണ്. കുരുമുളക് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇപ്പോൾ ഒരു ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും നാരങ്ങാനീരും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നിറം മാറി വരാൻ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഒരു ചിക്കനിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ അത് കുക്കായി വരുന്ന സമയത്ത് ഒരു പച്ച ടേസ്റ്റ് മുന്നിൽ നിൽക്കും. കുറച്ച് മുളക് പൊടി നിറം മാറി വരാൻ മാത്രം. അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഐറ്റംസും കൂടി ഇതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് കളർ ചേർക്കുകയാണ്. കളർ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഈ കളർ ഒഴിവാക്കാം. ഇനി ചിക്കൻ്റെ ഉള്ളിലായിട്ട് ഒരു പകുതി നാരങ്ങയും പകുതി സവാളയും വെച്ച് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചതിൽ കുറച്ചുണ്ടായിരുന്നു, അതുകൂടി ഇതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കനെ ഒരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. കുക്കറിലും ഒരു സാധാ ഒരു നല്ല കട്ടിയുള്ള ഒരു പാത്രത്തിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുക്കറിലും ഉപ്പിട്ട് കൊടുക്കുകയാണ്. ചരുവത്തിലും അതുപോലെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള ചരുവം വേണം തിരഞ്ഞെടുക്കാൻ. നമ്മൾ പാത്രത്തിൽ വയ്ക്കുമ്പോൾ നന്നായിട്ട് കട്ടിയുള്ളത് തന്നെ എടുക്കണം. നല്ല ചൂടാണ് ഉപ്പിന് വരുന്നത്. ഇനി ഇതിലോട്ടൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. പാത്രം ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം വീഴുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത്. ചിക്കൻ വയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ ഒരു ഗ്രില്ലെടുത്ത് എൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഗ്രില്ലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചിക്കനെ വയ്ക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പാത്രത്തിലും ചെയ്യണം. ചിക്കനെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ചിക്കൻ വെക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്കറും
കുക്കറും പാത്രവും എല്ലാം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. നല്ല ചൂടായതിന് ശേഷമേ ഈ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലോട്ട് വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് മാറ്റണം. അതുപോലെ സേഫ്റ്റി വാൾവ് ഒഴിവാക്കുന്നതാണ് നല്ലത്. സേഫ്റ്റി വാൾവ് ഒഴിവാക്കിയിട്ട് അവിടെ വല്ല ടിഷ്യൂ പേപ്പർ അങ്ങനെ വെച്ച് കൊടുക്കണം. നല്ല ചൂടാണ് ഈ കുപ്പിയിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഈയം ഉരുവി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് സേഫ്റ്റി വാൾവ് ഊരി മാറ്റണമെന്ന് പറഞ്ഞത്. കുക്കറിലാകുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാൻ ചരുവത്തിൽ വെച്ചിട്ട് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ദോശക്കല്ല് അതിൻ്റെ മുകളിലോട്ടൊന്ന് മറിച്ച് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ദോശക്കല്ലാകുമ്പോൾ നല്ല ചൂട് നിൽക്കും എൻ്റെ ഉള്ളിൽ. അതുകൊണ്ടാണ് ദോശക്കല്ലെടുത്തത്. ഇതൊരു 1 മണിക്കൂർ ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കണം കുക്കായിട്ടുണ്ടോ എന്ന്. 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം കുക്കായിട്ടുണ്ടോ. നമ്മൾ പല അടുപ്പിലും പല തീയായതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് 1 മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. 1 മണിക്കൂറിൽ ഇത് കുക്കായിട്ടില്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചരുവത്തിൽ വെച്ചത് കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഇതൊന്ന് കുക്കായൊന്ന് നോക്കാം. ഇതിപ്പോൾ 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഓക്കെ, ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നിറം നമ്മൾ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇതിൻ്റെ നിറം ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ നല്ല നിറമൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഒരു വേറൊരു നിറത്തിൽ കാണുന്നത്. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഇത് വെന്തില്ലെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ കൂടി വെക്കാം. ചരുവത്തിലാകുമ്പോൾ കുറച്ച് സമയം കൂടി വെച്ചേക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഷവായ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.